അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ അൻ-നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉറപ്പോടെ ഭംഗിയായി നൂൽ നൂൽക്കുന്ന, നെയ്ത്ത് നടത്തുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഉപമയായിട്ടാണ് ആ പരിചയപ്പെടുത്തൽ. സൂറ അൻ-നഹ്ലിലെ 92-ാം വചനത്തിലെ ഒരു ചെറിയ ഭാഗം, സൂക്തം ഇങ്ങനെയാണ്: വലാ തകൂനൂ കല്ലതി നഖലത് ഗസ്ലഹ. നിങ്ങൾ ആ നൂൽനൂൽപ്പുകാരിയെ പോലെ ആകരുത്. അവൾ നന്നായിട്ട് നൂൽ നൂറ്റു. മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, നല്ല സുഭദ്രമായ ഉറപ്പുള്ള നൂല്. സുമ്മ നഖലത്, പിന്നീട് അവൾ ആ നൂലിൻ്റെ ഇഴകളെല്ലാം പിരിച്ചു കളഞ്ഞു. ആ നൂല് കഷ്ണങ്ങളാക്കി മുറിച്ചു കളഞ്ഞു. ഭദ്രമായി നൂൽ നൂൽക്കുക, നല്ല ഉറപ്പുള്ള വസ്ത്രം തയ്ക്കാൻ പറ്റും വിധം. അങ്ങനെ നൂൽനൂൽപ്പ് യന്ത്രവും നെയ്ത്ത് യന്ത്രവുമൊക്കെയായിട്ട് നല്ല അളവിൽ നൈപുണ്യം നേടിയ ഒരു സഹോദരി ഖുർആനിൻ്റെ ഒരു ഉപമയാണ്. അവർ നല്ല ഭദ്രമായ ഇഴയടുപ്പമുള്ള ഉറപ്പുള്ള നൂലുകൾ നൂൽക്കുന്നു. പിന്നീട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒടുവിൽ അതെല്ലാം ഇഴ പിരിച്ച് കഷ്ണിച്ച് ചെറു കഷ്ണങ്ങളാക്കി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ അതിനെ ആക്കി തീർക്കുകയും ചെയ്യുന്നു. വലാ തകൂനൂ കല്ലത്തി നഖലത് ഗസ്ലഹ. ഈ ഭദ്രമായ നൂലിൻ്റെ ഇഴ പിരിച്ച് അതിനെ ദുർബലമാക്കി കളയുന്ന സ്ത്രീയെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ആമുഖമായിട്ട് ഇങ്ങനെ പറയാൻ കാരണം, ഈ ഉപമയെ വെച്ചുകൊണ്ട് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ റമദാനിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മാസക്കാലം നന്നായിട്ട് നൂൽ നൂറ്റ് നെയ്ത ഒരു സ്ത്രീ ആ ഒരു മാസത്തെ തൻ്റെ പ്രവർത്തനത്തിന് ഒടുവിൽ ആ വസ്ത്രത്തിൻ്റെ ഇഴ പിരിച്ചു കളയുകയും ഭദ്രമായ നൂലുകൾ കഷ്ണിച്ച് കളയുകയും ചെയ്തതുപോലെ നിങ്ങൾ ആവരുത് എന്നീ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു. അദ്ദേഹം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മാതാ തഖൂലു ലി ഇംറഅ. ഈ സ്ത്രീയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
എൻ്റെയും നിങ്ങളുടെയും കമൻറ്റ് ചോദിക്കുകയാണ് അദ്ദേഹം. മാതാ തഖൂലുലി ഇമ്രാത്തിൻ ജലസത ദിവാല ഷഹ്രിൻ കാമിൽ, പൂർണ്ണമായ ഒരു മാസം അവിടെ പ്രവർത്തനം ഇതുതന്നെയായിരുന്നു. നന്നായിട്ട് നൂല് നോക്കുക, പിന്നീട് ആ നൂല് ഇഴ ചേർത്ത് നല്ല വസ്ത്രങ്ങൾ തയ്യുക. തസ്നഉ മൽബസം മിനസ്സൂഫിൽ മുഅ്സൽ, തൻ്റെ നെയ്ത്യന്തത്തിൽ അവർ നല്ല രോമം കൊണ്ടുള്ള കമ്പിളി വസ്ത്രമാണ് നെയ്തെടുത്തത്. ഹത്താ മാ ഇൻ ഖറുബൽ ഗസ്ലു മിനൽ ഇന്തിഹാ, അങ്ങനെ ആ നെയ്ത്തിന്റെ പ്രവർത്തനം അതിൻ്റെ ഒടുവിലെത്തിയപ്പോൾ നഖലത്ത് മാ സനഅതുഹു, അവർ ചെയ്ത ആ വസ്ത്രത്തെ ഇഴ പിരിച്ചു കളഞ്ഞ്, നൂല് പിഴുതെടുത്ത് കളഞ്ഞ്, നൂലുകളെ കഷ്ണിച്ച് അവരത് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാക്കുകയും ചെയ്തു. ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു മാസക്കാലം ഞാനും നിങ്ങളും നന്നായിട്ട് പണിയെടുത്തു. മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മുടെ ചിന്തയെ ഉദ്ദീപിക്കാൻ വേണ്ടി ഉദാഹരിക്കുന്ന ഉദാഹരണമാണ്. ആ ഉദാഹരണത്തിന്റെ അടിത്തറ ഖുർആനിൽ നിന്നാണ്. അതുകൊണ്ട് റമദാനിൽ ഒരു മാസം അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ച് ജീവിച്ചവർ, സബഖ ബിത്വാഅതിഹി ഇലാ മർളാതിഹി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ തൃപ്തിയിലേക്ക് മത്സരിച്ച് മുന്നേറിയ ആളുകൾ, റമദാനിന് ശേഷം അവർ ഭദ്രമായി തുന്നിക്കൂട്ടിയ, ഭദ്രമായി നെയ്തുകൂട്ടിയ, ഇഴ ചേർത്തുകൊണ്ട് ഇഴയടുപ്പത്താൽ ഭദ്രത കൈവരുന്ന ആ വസ്ത്രം പിന്നീട് ഇഴ പിരിച്ചു കളഞ്ഞ്, നൂല് മുറിച്ചു കളഞ്ഞ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾ എത്ര ചീത്തയാണ്. ഫബീസൽ ഖൗമുൽ ലദീന ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമദാൻ. മുഫസ്സിരി ഇങ്ങനെ കൂടി പറയുന്നു, റമദാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന, റമദാനിന് ശേഷം അല്ലാഹുവിനെ അറിയാത്ത ആളുകൾ, ഫബീസൽ ഖൗം, അത്തരം ആളുകൾ എത്ര മോശം, അത്തരം ആളുകൾ എത്ര ചീത്ത. അവർ റമദാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്നു, റമദാനിന് ശേഷം അവർ അല്ലാഹുവിനെ അറിയുന്നില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ വീണ്ടും ഉദ്ധരിക്കുന്നു ഈ വിഷയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഫിയാൻ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. റസൂലേ, എനിക്കൊരു ഉപദേശം വേണം, താങ്കളോട് മാത്രമേ അത് ചോദിക്കാവൂ, വേറെ ആരോടും ചോദിക്കേണ്ടി വരരുത്. ആ ഉപദേശം ഏറ്റവും സമഗ്രവും സമ്പൂർണവുമായിരിക്കണം. പിന്നെ ഒരു ഉപദേശം എനിക്ക് ആവശ്യമില്ലാത്ത വിധം അങ്ങനത്തെ ഒരു ഉപദേശം എനിക്ക് നൽകണമെന്ന് സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വർത്തമാനം, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം, നീ ഇങ്ങനെ പ്രഖ്യാപിക്കുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, സുമ്മസ്തഖിം, എന്നിട്ട് ആ മാർഗത്തിൽ ഇസ്തിഖാമത്തുള്ളവനാവുക. അഥവാ ഏതൊരു തമ്പുരാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ തയ്യാറായി പ്രഖ്യാപിച്ചുവോ ആ ഈമാന്റെ സാക്ഷാത്കാരം നിന്റെ കർമ്മത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നിന്റെ നാക്കിലൂടെ, നോക്കിലൂടെ നിനക്ക് സാധ്യമാവുക. സുമ്മസ്തഖിം, പിന്നീട് നീ ആ മാർഗത്തിൽ ഇസ്തിഖാമത്തുള്ളവനായിത്തീരുക. ഈ പദപ്രയോഗം ഇസ്ലാമിന്റെ ഒരു സാങ്കേതിക ശബ്ദമാണ്, ഇസ്തിഖാമ. ആ ഇസ്തിഖാമത്തിനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അൽ ഇസ്തിഖാമത്തു അൻ തസ്തഖീമ അലാ അംരി വന്നഹി, അല്ലാഹു കൽപ്പിച്ച കൽപ്പനകളെ മുറുകെ പിടിച്ചു, വന്നഹി, അല്ലാഹു വിരോധിച്ച വിരോധങ്ങളെ മാറ്റി നിർത്തി അല്ലാഹുവിന്റെ കൽപ്പനയുടെ മാർഗത്തിൽ ഇസ്തിഖാമത്തുണ്ടാവുക, തുടരുക, നൈരന്തര്യം ഉണ്ടാവുക. വലാ തർവഖ് റൗഖാന സഅലബ്, കുറുക്കന്റെ വഞ്ചന നീ കാണിക്കരുത്. സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ, സൂത്രശാലിയായ കുറുക്കൻ. സൂത്രശാലിയായ കുറുക്കൻ കാണിക്കുന്ന ഒരുപാട് കാപട്യങ്ങളുണ്ട്. വഞ്ചനയും ചതിയും ഒക്കെ അവന് ശീലമാണ്. സൂത്രങ്ങളും തന്ത്രങ്ങളും അവന്റെ ഭാഗമാണ്. അങ്ങനത്തെ കുറുക്കന്റെ തന്ത്രങ്ങൾ നീ പുറത്തെടുക്കരുത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇസ്തഖാമു അലാ അംരില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് തുടരുക. ഫഅമിലു ബിത്വാഅതിഹി, അവനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. വജ്തനിബു മഅസിയതിഹി, അവൻ നിങ്ങളോട് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞു മാറി നിൽക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഈമാന്റെ സാക്ഷാത്കാരത്തെ മണ്ണിൽ, കർമ്മത്തിൽ, പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്ന്. അപ്പോൾ വിശ്വസിക്കുകയും ആ ഭാന്താവിൽ തുടരുകയും ചെയ്യുക എന്ന തിരുനബിയുടെ ഉത്ബോധനത്തെ റമദാനിന്റെ ചൈതന്യത്തോടുകൂടി ഉൾച്ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം ഇതാണ്: നമുക്ക് രണ്ട് മുഖമുണ്ടാകാൻ പാടില്ല എന്ന്. തിരുനബിയുടെ ഹദീസ് തന്നെയാണ് വീണ്ടും തെളിവായി ഉദ്ധരിക്കുന്നത്. കാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ശർറുൻ നാസി ദുൽ വജ്ഹൈൻ, ശർറുൻ നാസി ദുൽ വജ്ഹൈൻ, ഇരട്ട മുഖമുള്ളവരാണ് ഏറ്റവും മോശം മനുഷ്യർ. ഒരു മുഖം റമദാനിൽ നമുക്ക് സാധ്യമാകുന്ന ഒന്ന്, രണ്ടാമത് മുഖം റമദാനിന് ശേഷം നാം പ്രയോഗിക്കുന്ന മുഖം. രണ്ട് മുഖമുള്ളവർ എന്നാണ് ഇതിന് വിശദീകരിച്ചത്. ഇത് ഉദ്ധരണം മുമ്പിൽ വെക്കാനുള്ള കാരണം
കേവലം ഒരു വർത്തമാനത്തിനപ്പുറത്ത് മർമ്മങ്ങളുണ്ട് ഈ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും രണ്ട് മുഖമുള്ള ആളുകളാവരുത് എന്നത് റമദാനുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ. ഒരു മുഖം റമദാനിൽ ഞാൻ നിങ്ങൾ കാഴ്ചവെച്ച മുഖമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ കൽപ്പനയും പാലിച്ച് ജീവിച്ചു, രാത്രി സജീവമാക്കി, ഖുർആനുമായി ബന്ധപ്പെട്ടു ഒരുപാട് പഠനങ്ങൾ, വായനകൾ, ഉദ്ബോധനങ്ങൾ, നല്ല അളവിൽ സമയം ഇസ്ലാമികമായ ചിന്തക്കും പ്രവർത്തനത്തിനും നാം ചെലവഴിച്ചു. ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെയായി തമ്പുരാനിലേക്ക് മടങ്ങി. അത് നമ്മുടെ ഒരു മുഖമായിരുന്നു. റമദാനിന് ശേഷം മുഖം മാറിപ്പോകുന്നവർ രണ്ടാമത് മുഖം കൂടി എടുത്തണിയുന്നവരാണ്. അങ്ങനെ രണ്ട് മുഖമുള്ള ആളുകൾ ഏറ്റവും മോശക്കാരാണെന്ന് റസൂലുള്ളാഹി ഇതിനെ വിശദീകരിച്ച് പറഞ്ഞ ആ വിശദീകരണത്തിന് ഒടുവിൽ മുഹദ്ദിസ് പറയുന്നു, ഫക്കാന ഹാലുക ഖരീവ മിൻ ഹാലിൽ മുനാഫിഖീൻ. ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഫക്കാന ഹാലുക, നിന്റെ അവസ്ഥ ഹാലുൽ മുനാഫിഖീൻ, മുനാഫിക്കുകളുടെ അവസ്ഥ പോലെയാണ്. മുനാഫിക്കുകൾ അങ്ങനെയാണ്, അവർക്ക് രണ്ട് നിലപാടാണ്. അതുകൊണ്ട് അവർ തിരുനബിയുടെ അടുക്കൽ വരുമ്പോൾ, വിശ്വാസ സമൂഹത്തിന്റെ അടുത്ത് വരുമ്പോൾ അവരൊരു മുഖത്തെ പ്രകടമാക്കും. വിശ്വാസികളുടെ കൂടെ ഇസ്ലാമിനോട് കൂറുള്ളവരായി നിലകൊള്ളുന്ന മുഖം. അങ്ങനെ അവർക്ക് അവരുടേതായ കുറെ ആളുകളും കൂട്ടുകെട്ടുകളുമുണ്ട്. ആ ചങ്ങാത്തത്തിന്റെ, ആ വൃത്തത്തിന്റെ, ആ പരിചിത വൃത്തത്തിന്റെ, ആ സാഹചര്യത്തിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവർ നേരെ തിരിച്ചാണ്. ഈ അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ആയത്ത് ഉദ്ധരിക്കുന്നു, വൈദാ ലഖുല്ലദീന ഖാലു ആമന്ന വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അവർ വിശ്വാസികളുടെ കൂടെയാകുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയും. എന്നാൽ അവർക്ക് അവരുടേതായ ഒരു പരിചിതവൃത്തമുണ്ട്, അവരുടേതായ ഒരു കൂട്ടുകെട്ടും സംവിധാനവും സാഹചര്യവും ഇടവും അതിന് പറ്റുന്ന ഒരു പശ്ചാത്തലവും ഒക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ ആ ശൈത്താന്മാരുടെ കൂടെ അവരായി പോകും. വൈദാ ലഖുല്ലദീന ഖാലു ആമന്ന, വിശ്വാസികളെ കാണുമ്പോൾ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. എന്നാൽ അവർ അവരുടെ ശൈത്താന്മാരുടെ കൂടെയാകുമ്പോൾ ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ. അവരെ പരിഹസിക്കുകയാണ്, വിശ്വാസികളെ കളിയാക്കണമെന്ന് പറയുമായിരുന്നാണ്. ഈ ആയത്ത് അന്ന് കാലത്ത് മുനാഫികളുടെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്. പക്ഷേ നമ്മെ കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ വേണ്ടി, ഗൗരവം ഉൾക്കൊള്ളിച്ച് നമ്മെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ ആയത്തിനെ തന്നെ ഈ വിഷയകമായി റമദാനിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തിയ വിശദീകരണങ്ങൾ പറഞ്ഞെടുത്ത് കൃത്യമായിട്ട് ഉത്ബോധിപ്പിച്ചിരിക്കുന്നു പണ്ഡിതന്മാർ. അതുകൊണ്ട് ഈ വിഷയത്തെ സമഗ്രമായി സമന്വയിപ്പിച്ചുകൊണ്ട് അവസാനമായി മുൻപിലെടുക്കുന്ന ഒരു ഉത്ബോധനം ഇതാണ്. അതും വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് തന്നെ, സൂറ ആൽ ഇംറാനിലെ 79-ാമത് വചനം. അതിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ എന്തായിരുന്നു തന്റെ അനുയായികളോട് എക്കാലത്തും ഉത്ബോധിപ്പിച്ചതിന് ഖുർആൻ പറയുന്നുണ്ട്, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരാകുവിൻ. കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ, ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആശയങ്ങളെ നിങ്ങൾ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ ഞാനും നിങ്ങളും ഈ ഗ്രന്ഥത്തിന്റെ പഠിതാക്കളാണ്. നമ്മുടെ കഴിവനുസരിച്ച് നാം അതിന് ആർജിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പഠിക്കുന്ന വിഷയങ്ങളെ, മനസ്സിലാക്കിയ വിഷയങ്ങളെ നാം എങ്ങനെ പഠിപ്പിക്കുന്നു? ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ശരിയായ ടീച്ചിങ്ങിന്റെ, അധ്യാപനത്തിന്റെ മോഡനുസരിച്ച് ഏതോ നിലക്ക് ഞാനും നിങ്ങളും ഈ ആശയത്തെ, ഈ സന്ദേശത്തെ പഠിപ്പിക്കുന്ന ആളുകളാണ്, പഠിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ, ഈ ഗ്രന്ഥത്തെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നുവോ, വബിമാ കുൻതും തദ്റുസൂൻ, ഈ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നുവോ അതനുസരിച്ച് കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരായിട്ട് മാറുക എന്നാണ്. നമ്മൾ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നമുക്ക് വന്നു കിട്ടിയ നന്ദി പ്രകാശിപ്പിച്ചുള്ള ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനം അനുഷ്ഠിച്ചവരാണ്. ഇപ്പൊ രണ്ടാമത് വെള്ളിയാഴ്ചയാണെങ്കിലും റമദാനിന് ശേഷം ആ ഖുർആനിന്റെ ആശയലോകം മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി അധികം നമുക്ക് വഴങ്ങിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ റമദാനിന് ശേഷം. എങ്കിൽ ആ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ, നമ്മുടെ കുടുംബത്തിൽ അത് പ്രസരിപ്പിക്കാൻ, നമ്മുടെ പരിതവൃത്തത്തിലേക്ക് അതിന്റെ സന്ദേശത്തെ കൈമാറാൻ, നാം ഇടപെടുന്നിടത്ത്, നമുക്ക് സ്വാധീനമുള്ളിടത്ത്, നമ്മുടെ വൃത്തങ്ങളിൽ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നിടത്ത് അതിന്റെ സന്ദേശത്തെ പ്രഘോഷണം ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് അല്ലിമൂനൽ കിതാബ, ഈ ഗ്രന്ഥത്തെ എങ്ങനെ പഠിപ്പിക്കണമോ നിങ്ങൾ അതുപോലെ ആ പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് പഠിച്ചുവോ അതനുസരിച്ചും കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരായി തുടരുവിൻ, ഇസ്തിഖാമത്തുള്ളവരായിട്ട് മാറുവിൻ. റമദാനിൽ ഒരു മുഖവും ശേഷം മറ്റൊരു മുഖവും എന്ന ദുൽവജ്ഹൈൻ, ഇരട്ട മുഖമുള്ള ആളുകൾക്ക് മാറാതിരിക്കുവിനെന്ന്. അപ്പൊ ഈ റബ്ബാനിയങ്ങളായിട്ട് മാറുക എന്നാണ് ഖുർആനിന്റെ ഈ പ്രയോഗം. സവിശേഷമായ ഒരു അറബി ശൈലിയാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ തഫ്സീർ പറഞ്ഞപ്പോൾ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ അതേ ശൈലിയെ ചേർത്തുകൊണ്ട് അടുത്തൊരു ഭാഗം കൂടി പറയുന്നുണ്ട്, വലാ തകൂനു റമദാനിയീൻ,
നിങ്ങൾ റമദാനിനെ മാത്രം ഉപാസിക്കുന്ന ആളുകളായിട്ട് മാറരുത്. കൂനൂ റബ്ബാനീൻ എന്ന അതേ സിഗത്തുൽ ഖറബ്, അറബിയുടെ ആ പ്രയോഗം അത് വെച്ച് വലാ തകൂനു റമദാനീൻ, നിങ്ങൾ റമദാനികളായിട്ട് മാറരുത്. മങ്കാന യഅബുദു റമദാന ഫഇന്ന റമദാന ഖദ് മളഹ. നിങ്ങൾ ആരെങ്കിലും റമദാനെയാണ് ഉപാസിച്ചിരുന്നത് എങ്കിൽ, ആരാഴ്ചതെങ്കിൽ ആ റമദാൻ ഇതാ കടന്നു കഴിഞ്ഞു പോയി. വമങ്കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഉപാസിക്കുന്നവരാണ് എങ്കിൽ, തമ്പുരാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ, നിശ്ചയം അല്ലാഹു ജീവിക്കുന്നവരാണ്. ലാ യമൂത്ത്, മരണമില്ലാത്തവരാണ്. മരണമില്ലാത്ത ആ തമ്പുരാൻ റമദാനിന്റെ നാഥനാണ്. ശവ്വാലിന്റെയും ശേഷമുള്ള മാസങ്ങളുടെയും നാഥൻ അതേ നാഥൻ തന്നെ. അതുകൊണ്ട് നിങ്ങൾ റമദാനെ ഉപാസിക്കാതിരിക്കുവിൻ, നിങ്ങൾ തമ്പുരാനെ ഉപാസിക്കുവിൻ. കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഷ്കളങ്ക ദാസന്മാർ. വല്ലാത്തൊരു ഉത്ബോധനമാണ്. റമദാനിന് ശേഷം ഈ ഉത്ബോധനങ്ങൾ മതി നമുക്ക് കരുത്ത് പകരാൻ, നമ്മുടെ ലക്ഷ്യപൂർണമായ ജീവിതം സാക്ഷാത്കരിക്കാൻ. ലക്ഷ്യം നേടിയോ നമ്മളെന്നൊരു ചോദ്യമുണ്ട്. റമദാനിന് ശേഷം ഞാൻ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്ക് നേടാൻ കഴിഞ്ഞുവോ റമദാൻ ലക്ഷ്യമാക്കിയ തഖ്വ? തഖ്വ നമുക്ക് പരിചയമുള്ള പദമാണ്. ആവർത്തനം കൊണ്ട് ചിലപ്പോൾ വിരസമായി പോകാവുന്ന പദപ്രയോഗങ്ങൾ, അങ്ങനെ ചില പ്രയോഗങ്ങൾ നമുക്കുണ്ട്. പക്ഷെ എല്ലാ റമദാനിനും നാം വീണ്ടും ഇത് ആവർത്തിക്കും, എല്ലാ ഖുതുബയിലും തഖ്വ ഉത്ബോധിപ്പിക്കും. അത് ജീവിതത്തിന്റെ ഭാഗമായി നൈരന്തരം ഓർമ്മപ്പെടുത്തപ്പെടേണ്ടുന്ന ഒന്നായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ആവർത്തനമല്ല, ആവർത്തന വിരസതയല്ല. ഓരോ ആവർത്തനങ്ങളും പുതിയ പുതിയ അതിന്റെ അർത്ഥവിശാലതയിലേക്ക് നമ്മെ നയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ തഖ്വ യഥാവിധി ആർജിച്ചു എങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സംശയം, തഖ്വ കൊണ്ട് സകലതും പരിഹരിക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെയാണ് ചോദ്യം. നമ്മുടെ മുമ്പിൽ പരിചയമുള്ള തഖ്വ ചില ആരാധനകളും ആത്മീയ ഭാവങ്ങളും ഒക്കെയാണ്. അതിനപ്പുറത്ത് തഖ്വ എന്നത് കരുത്തുള്ള ഒന്നാണ്. ഈ തഖ്വയുടെ കരുത്തിനെ കുറിച്ച് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ വീണ്ടും പറയുന്നു, റമദാൻ ഒരു ഒടുക്കമല്ല കേട്ടോ, റമദാൻ ഒരു തുടക്കമാണ്. റമദാൻ ഒരു നിഹായ, ഒരു സംഗതിയുടെ നിഹായത്ത് നുക്ത, ഒരു അവസാന പോയിന്റ് അല്ല. റമദാൻ ബിദായ, അതൊരു തുടക്കമാണ്. നിങ്ങൾ റമദാനിലെ പരിശീലന കളരിയിൽ തഖ്വ ആർജിച്ചിട്ട് തമ്പുരാന്റെ കൽപ്പന പാലിച്ച് പകലും രാത്രിയും എങ്ങനെ ചെലവഴിച്ചുവോ, എങ്ങനെ നിങ്ങൾ പരിശീലിച്ചുവോ, ആ ട്രെയിനിങ് പീരിയഡിലെ ഈ കരുത്ത് തന്നെ തുടരാൻ കഴിയണം റമദാനിന് ശേഷവും. അങ്ങനെ വരുമ്പോൾ തഖ്വ നിങ്ങൾക്ക് എല്ലാം നേടിത്തരും. എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? വ്യക്തികൾക്ക് നമുക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. കുടുംബ നിലക്ക് നമുക്ക് വേറെയും, ഞാനും നിങ്ങളും വ്യക്തിയുമാണ്, കുടുംബത്തിൽ ജീവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളുമാണ്. വ്യക്തി എന്ന നിലക്ക്, കുടുംബം എന്ന നിലക്ക് നാം അനുഭവിക്കുന്ന കുടിസുകളുടെ, പ്രയാസങ്ങളുടെ, തുറവിയില്ലായ്മയുടെ, വിഭവക്കമ്മിയുടെ, സാമ്പത്തിക പ്രതിസന്ധിയുടെ, രോഗം, അങ്ങ് തുടങ്ങി ഒരുപാട് പരാധീനതകൾ, മക്കൾ, അവരുടെ ഭാവി ജീവിതം, വിവാഹം ഉൾപ്പെടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് തഖ്വ എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറ അത്വലാഖിലെ 2-3 വചനങ്ങൾ ഉദാഹരണം ഇങ്ങനെ പറയുന്നു, ആർ യഥാവിധി തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ച് അതേ വഴിത്താരയിൽ ഇസ്തിഖാമത്തോടെ തുടർച്ചയോടെ റബ്ബാനീയങ്ങളായി അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരായി വീഴ്ചകൾ തിരുത്തി ഇസ്തിഗ്ഫാർ നടത്തി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നുവോ, അത്തരം ആളുകളുണ്ടല്ലോ, അവർക്ക് യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു ജീവിതത്തിൽ തുറസ് നൽകും. ഓപ്പനിങ്, എക്സിറ്റ്, മഖ്റജ് ഉണ്ടാകുന്ന, പ്രതിസന്ധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു തുറസ്സുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധി, മാനസികമായ പ്രശ്നങ്ങൾ, ശാരീരിക വിഷയങ്ങൾ, കുടുംബപരമായ പ്രതിസന്ധികൾ, മക്കൾ, അങ്ങനെ ഉപജീവനത്തിന്റെ മാർഗം, എവിടെ നിങ്ങൾ പ്രതിസന്ധിയിലാകുന്നുവോ, എവിടെ ഒരു തടസ്സം വരുന്നുവോ, ആ തടസ്സത്തെ തട്ടി നീക്കിയിട്ട് മഖ്റജ് അള്ളാഹു ഉണ്ടാക്കി തരുമെന്നാണ്. അള്ളാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസമുണ്ടോ? നമുക്ക് അങ്ങനെ തമ്പുരാന്റെ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് കരുത്തോടെ പ്രതീക്ഷയോടെ പോകാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു ചോദ്യം അനിവാര്യമാണ് പുതിയ ഇന്ത്യൻ അവസ്ഥയിലെ മുസ്ലിമാന്മാർക്ക്. പ്രത്യേകിച്ചു പ്രതീക്ഷയില്ലാത്ത മനുഷ്യൻ നിരാശനായി. അപ്പൊ വ്യക്തിപരമായി, കുടുംബപരമായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തഖ്വയാണ്. ആർ അള്ളാഹുവിന്റെ കൽപ്പനകളെ യഥാവിധി മുറുകെ പിടിച്ച് കൽപ്പനാ നിരോധങ്ങളെ മാനിച്ച് തഖ്വ കൈകൊണ്ട് ജീവിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവന് നല്ല ഒരു തുറസ്സുണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തൂടെ വിഭവങ്ങൾ നൽകും, റിസ്ക് നൽകുമെന്നാണ്. വിഭവം എന്നുള്ള ജീവിതത്തിന്റെ ഐശ്വര്യത്തിന് ആവശ്യമായ എല്ലാം, അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തോടൊപ്പം ജീവിതത്തിലെ ഐശ്വര്യം, ഐശ്വര്യപൂർണമായ ജീവിതം, സ്വാസ്ഥ്യം, സമാധാനം, അതെല്ലാം റിസ്കിന്റെ വിശാലമായ അർത്ഥമാണ്. ആ റിസ്ക് അവൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും.
ഈ ഐശ്വര്യം നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ കണക്കിനപ്പുറത്ത് കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങളുടെ പ്ലാനുകൾക്ക് ആസക്തങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ വലിയ ഉദവി ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹ്, നിങ്ങൾക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ കഴിയണം. അള്ളാഹു ഉണ്ടെന്ന ബോധ്യങ്ങളുടെ ഹൃദയങ്ങളിൽ കരുത്തായിട്ട് മാറണം. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സാക്ഷാൽ പ്രചോദനങ്ങളായിട്ട് തീരണം. അത് നിങ്ങളുടെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഇൻസ്പിറേഷനായിട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കരുത്ത് സാധ്യമാകും. ഇന്നല്ലാഹ ബാലിഗു അംരി, വീണ്ടും അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്നല്ലാഹ ബാലിഗു അംരി, നിങ്ങളുടെ മുറാദുകൾ, നിങ്ങൾ ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അത് എത്തിച്ചു തരും. നിങ്ങൾ എന്താണോ ആഗ്രഹം അള്ളാഹു എത്തിച്ചു തരും. നിങ്ങൾക്ക് ന്യായമായ സംഗതികൾ കൃത്യമായിട്ട് എത്തിക്കാൻ അള്ളാഹു വഴി കാണിച്ചതും അതിന് ന്യായമായി ഉണ്ടാവേണ്ടത് റമദാൻ ലക്ഷ്യമാക്കിയ തഖ്വ നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പൊ റമദാനിലെ തഖ്വ റമദാനിന് ശേഷം കൂടെ ഉണ്ടാവേണ്ടുന്ന ഒന്നാണെന്ന് ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കും. റമദാനിലെ തഖ്വ നേടിക്കഴിഞ്ഞാൽ കുടുംബം, വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകുമെന്നാണ്. ഇത് നമ്മളൊരു സമുദായമാണ്. വ്യക്തി മാത്രമല്ല, കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് മാത്രമല്ല, വ്യക്തിയും കുടുംബവുമായിട്ടുള്ള നമ്മളൊരു സമുദായത്തിന്റെ ഭാഗമാണ്. ലക്ഷണമൊത്ത ഒരു മുസ്ലിം സമുദായം, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ സമുദായം പ്രതിസന്ധികളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ചവിട്ടി നിൽക്കുന്ന പ്രതത്തിന് ചൂടുകൂടിയ കാലമാണിത്. സംഘപരിവാരത്തിന്റെ ഇന്ത്യൻ അവസ്ഥയിൽ മുസൽമാന്മാർ ഓരോ പ്രാവശ്യവും എങ്ങനെ പ്രതിയാക്കപ്പെടുന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമുദായമാണ്. NRC മുഖേന പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ടു. വഖഫ് ഭേദഗതി ബില്ല് മുഖേന നിങ്ങളുടെ അസ്തിത്വവും ചോദ്യം ചെയ്യുകയാണ്, മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കൃത്യമായി വളഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളാകുന്ന സമുദായത്തെ പ്രതിസന്ധിയിലൂടെ തന്നെ തള്ളി നീക്കാൻ, അരികവൽക്കരിക്കാൻ, രാഷ്ട്രരഹിതരായി, പൗരത്വരഹിതരായി, രണ്ടാം കിട പൗരന്മാരായി മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളപ്പെടുന്ന ഒരു പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നു എങ്കിൽ, ദിനേന വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ മനസ്സിനെ വേവലാതിപ്പെടുത്തുന്നു എങ്കിൽ, അങ്ങനെ വിങ്ങുന്ന ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന നിങ്ങളുടെ ചെറുമക്കളെ നോക്കിയിട്ട് നിങ്ങൾ നടുനിശ്വാസം വിടേണ്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ, എനിക്ക് ശേഷം എൻ്റെ ഈ മക്കൾ ഈ മണ്ണിൽ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കും, ഈ നാട്ടിൽ അവരുടെ ഭാവി എന്താണെന്ന് വല്ലപ്പോഴും ആലോചിക്കുന്നുണ്ട് എങ്കിൽ, ഒരു സമുദായം എത്തിപ്പെട്ട അവസ്ഥയുടെ വേദതകളെ മനസ്സിൽ ഏറ്റുവാങ്ങിയ ആളുകൾക്കല്ലാവുന്ന നിർദ്ദേശമാണ് നിങ്ങൾ തഖ്വ യഥാവിധി കൂടെ കൊണ്ടു നടക്കുന്ന, അതിന് മാത്രം പ്രാപ്തരായ, അതിന് യോഗ്യരായ അള്ളാഹുവിന്റെ റബ്ബാനീയങ്ങളായിട്ട് ഇസ്തിഖാമത്തോടു കൂടി ഈ മാർഗത്തിൽ ഏത് പ്രതിസന്ധിയിൽ തുടരാൻ കെൽപ്പുള്ളവരായി മാറിയാൽ നിങ്ങളുടെ നാശത്തെ കൊതിക്കുന്നവരെ ഞാൻ വലയം ചെയ്ത് പിടിക്കുമെന്ന് അള്ളാഹു പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാൻ 20-ാം വചനം വീണ്ടും വൈൻ തസ്ബിറു വതത്തഖു, വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. അതാണ് സബർ. മലയാളത്തിൽ ക്ഷമ എന്നർത്ഥം പറയും. മലയാള പദങ്ങൾക്ക് വിശുദ്ധ ഖുർആന്റെ സാങ്കേതിക ശബ്ദങ്ങളെ യഥാവിധി പ്രകാശിപ്പിക്കാനുള്ള കരുത്തിൽ, അതൊരു ഉണങ്ങിയ ഭാഷയാണ്, നമ്മുടെ മാതൃഭാഷയാണ്. പക്ഷെ അറബി ഭാഷയുടെ പുഷ്കലമായ ആശയതലത്തെ അങ്ങ് തുറന്നു വെക്കാൻ മലയാളത്തിലെ ഒരു പദം കൊണ്ട് സാധ്യമാവില്ല. ചിലപ്പോൾ ഒരുപാട് പദങ്ങൾ പറഞ്ഞ് വാചകങ്ങളും ഖണ്ഡികകളും പാരഗ്രാഫുകളും നിറക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പദങ്ങളെ വിശദീകരിക്കാൻ ഒരുപാട് പദാവലികളെ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വന്ന മുൻഗാമികളായ പണ്ഡിതന്മാർക്ക്. വൈൻ തസ്ബിറു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ശത്രുവിന്റെ എല്ലാവിധ ഭീഷണികൾക്ക് മുമ്പിലും അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസൽമാനാണ്, ഞാൻ മുസ്ലിമാണ് ഉറക്കെ പറയാനുള്ള കരുത്ത് കിട്ടുന്ന സബർ, ആ സബർ വൈൻ തസ്ബിറു, അങ്ങനെ നിങ്ങൾക്ക് ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അത് ജീവിക്കുകയുമാണെങ്കിൽ, അവിടെ ഒരു കുതന്ത്രവും നിങ്ങളെ ഉപദ്രവിക്കില്ല, അവിടെ ഒരു കുതന്ത്രവും നിങ്ങളെ ബാധിക്കില്ല. അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ മുത്തലാഖ് കൊണ്ടുവന്നത്, സ്ത്രീകൾ രക്ഷയ്ക്ക് വേണ്ടി, സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ വഖഫ് ബില്ലും കൊടുന്നാണ് പറയുന്നത്. ഓരോന്നും ഈ സമുദായ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നാണ് പുറമേനി, അതിന്റെ ഉള്ളുകളിൽ നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം. എന്നല്ല, മുനമ്പം പ്രശ്നം തീരും എന്ന് വിചാരിച്ച് കൂടെ നിന്ന ആളുകൾ ഇപ്പോൾ അടികിട്ടി മിണ്ടാതിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടാണ് വരവെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. വഖഫ് പ്രശ്നത്തിന് ശേഷം അടുത്തത് ചർച്ചുമായി ബന്ധപ്പെട്ടാണ് കൈവെക്കാനുള്ള കാര്യം വ്യക്തമായി ബോധ്യമായിരിക്കുന്നു. അങ്ങനെ കുതന്ത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചുട്ടെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കളെ നേരെ ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു സമൂഹം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ് നിങ്ങൾ സബ്ർ കാണിക്കുവിൻ, നിങ്ങൾ തഖ്വ ഉൾക്കൊള്ളുവിൻ, കൈകൊള്ളുവിൻ.
എങ്കിൽ ലാ യദുറുക്കും കൈദുഹും ഷൈഅ, ലാ യദുറുക്കും കൈദുഹും ഷൈഅ. അല്ലാഹുവിന്റെ വാക്കിൽ എനിക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ലാ യദുറുക്കും കൈദുഹും ഷൈഅ, അവിടെ ഒരു കുതന്ത്രവും നിങ്ങളെ ഒരിക്കലും ഉപദ്രവത്തിലാക്കുകയില്ല. കാരണം ഇന്നല്ലാഹി മാ യഅമലൂന മുഹീത്, അല്ലാഹു അവിടെ പ്രവർത്തനങ്ങളെ വലയം ചെയ്ത് വെച്ചിരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ വളഞ്ഞു വെച്ചിരിക്കുന്നു. അവരെ വലയം ചെയ്ത് അള്ളയുണ്ട്. അവർ പൂർണ്ണമായും സ്വതന്ത്രമായി വിശ്വസിക്കേണ്ടതില്ല. അവർ സ്വതന്ത്രരല്ല. അവിടെ പ്രവർത്തനം അപമൂലം തുടരുമെന്ന് വിചാരിക്കേണ്ട. അവർക്കൊരു പരിധി വെച്ചിട്ടുണ്ട് നാഥൻ. ആ പരിധി വരെ മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ. ആ പരിധി വരെ അവരെത്തിയേക്കും. പക്ഷെ ആ പരിധി വരെ എത്തിയെങ്കിൽ അവരെ നാശം പൂർണ്ണമാകൂ. അപ്പോഴേ അല്ലാഹു അപ്പോഴേ നമ്മുടെ കൽപ്പന വന്ന് ഭവിക്കൂ. അങ്ങനെ അവർ പൂർണ്ണമായി നാശത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ സബറും തഖ്വയും കൈകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. കാരണം അല്ലാഹു അവരെ വലയം ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. പെരുന്നാളുടെ സന്ദേശം എന്തെന്ന ചോദ്യത്തിന് ഇതേ പണ്ഡിതന്മാർ നൽകുന്ന ഒരു മറുപടി ഉണ്ട്. പെരുന്നാളുടെ സന്ദേശം ഖുർആന്റെ സന്ദേശമാണ്. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ ശേഷമുള്ള പശ്ചാത്തലത്തിലാണ്. ഖുർആന്റെ സന്ദേശത്തിൽ പ്രകടമായ ഒരു സന്ദേശം ശത്രുവിന്റെ നാശത്തെ കുറിച്ചാണ്. മർദ്ദജന വിഭാഗത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാനുള്ള സന്തോഷകരമായ അവസ്ഥയുടെ അത് നേടിയെടുക്കുന്നതിനെ കുറിച്ചുമാണ്. ശത്രുവിന്റെ നാശവും മണ്ണിൽ കാലുറപ്പിക്കാൻ മർദ്ദജന വിഭാഗത്തിന് അവസരം ഉണ്ടാവുകയും ചെയ്യുക എന്ന പ്രമേയം ഖുർആന്റെ പ്രമേയമാണ്. നമ്മൾ ഒരുപാട് തവണ ഖുർആൻ ഓതിയപ്പോൾ റമദാനിൽ ഖത്മത്തുകൂടി ഈ വാക്യം സമാനമായ വാക്യങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് അങ്ങനെ നാം കടൽ പിളർത്തി നിങ്ങളെ മർദ്ദിതരായി നിങ്ങൾ രക്ഷിച്ചു. നിങ്ങൾ നോക്കി നിൽക്കെ, ലോകം കണ്ടു നിൽക്കെ ആ മർദ്ദകർ അപ്പാടെ മുങ്ങി ആ വെള്ളത്തിൽ അമർന്ന് തീർന്നു പോകുന്ന കാര്യം നിങ്ങൾ കണ്ടില്ലേ എന്നാണ്. ഇത് ഒരു സ്ഥലത്ത് പറഞ്ഞ വാക്യമല്ല. എന്തുകൊണ്ട് ആ സംഭവത്തെ ഇങ്ങനെ ആവർത്തിച്ചു ഖുർആൻ? അതൊരു പ്രതീക്ഷ നൽകുന്ന വാക്യമാണ്. തമ്പുരാൻ വലയം ചെയ്ത് നിൽക്കുകയാണ്. അള്ളാഹ് ഉണ്ട് ഇവിടെ. നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെയാണെങ്കിൽ അവൻ തീർച്ചയായും ഇടപെടും. നിങ്ങൾ സബറും തഖ്വയും മുറുകെ പിടിച്ച് റമദാൻ എന്ത് നേടിത്തന്നുവോ അത് നിങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല. ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. അത് ഈ ദീനിന്റെ മാർഗത്തിലെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങളുടെ സബറിനെ തഖ്വയെ പരീക്ഷിക്കാനാണ്. നിങ്ങളുടെ കൂറ് അള്ളാഹു പരിശോധിക്കുക. അവൻ അറിഞ്ഞു കിട്ടണം നല്ലവരും ചീത്ത ആളുകളും ആരെന്ന്. ഈ വിശ്വാസത്തിന്റെ മാർഗത്തിലെ ഈ മുസ്ലിം സമൂഹത്തിനകത്ത് നല്ലതേത് ചീത്തയെന്ന് അല്ലാഹുവിന് അറിയണം. അതുകൊണ്ട് അവൻ ഇടപെടും. അതുകൊണ്ട് ചില പരീക്ഷകൾ ഉണ്ടാകും. പക്ഷേ അവനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ശത്രുവിനെ അള്ളാഹു ഇല്ലാതാക്കി കളയും. വീണ്ടും ഖുർആൻ പറയുന്ന സൂറ ഖസസ്, വനുമക്കിനു ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. നാം നിങ്ങൾക്ക് തംകീൻ നൽകും. ഖുർആന്റെ ഒരു തംകീൻ എംപവർമെന്റ് എന്നാണ്. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കൽ ഖുർആന്റെ പഠിക്കേണ്ടുന്ന ഒരു പദപ്രയോഗമാണ്. വനുമക്കിനു ലഹും, നാം അവർക്ക് ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അവസരം നൽകും. ആ അവസരത്തിന് ഒടുവിൽ എന്ത് സംഭവിക്കും? വനുരിയ ഫിർഔന വഹാമാന, ഹാമാനെയും ഫിർഔനെയും നാം കാണിച്ചു കൊടുക്കും. ജുനൂദഹുമ, അവരുടെ ഫലമായി നിൽക്കുന്ന സൈന്യവും അവരുടെ ഭരണകൂടവും എല്ലാം അതിനെ നാം കാണിച്ചു കൊടുക്കും. മാ കാനൂ യഹ്ദറൂൻ, എന്താണോ അവർ ഭയപ്പെടുന്നത് അത് അവർ ഭയപ്പെടുന്ന നാശമാണ്. 1 നൂറ്റാണ്ട് കാലം അടുത്താവാറായി. ഈ നാടിനെ അങ്ങ് പിടികൂടാൻ അവർ നടത്തിയ ശ്രമങ്ങൾ. ഇനി ഈ നാട് അവരുടെ കയ്യിൽ നിന്ന് വെഴുതിപ്പോയിക്കൂടാ എന്നവർക്ക് ആഗ്രഹമുണ്ട്. അതവർ ഭയപ്പെടുന്ന കാര്യമാണ്. അവർ ഭയപ്പെടുന്ന ഫിർഔനും ഹാമാനും എക്കാലത്തും അങ്ങനെയാണ്. സംഘപരിവാരം, ഫാഷിസം എന്ന് പറയുന്നതിന് എപ്പോഴും കൂടെ മുതലാളിമാരുണ്ടാകും, സൈനിക നായകന്മാരുണ്ടാകും. ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഫിർഔനും ഹാമാനും അവന്റെ ആളുകളും ഭയപ്പെടുന്നത് ഇനി അധികാരം നഷ്ടപ്പെട്ടുകൂടാ എന്നാണ്. എങ്കിൽ ആ ഭയപ്പാട് എന്താണോ അത് നാം മണ്ണിൽ സാക്ഷാത്കരിക്കും. അവർ ഏതൊരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവോ അവരെ ഈ മണ്ണിൽ കാലുറപ്പി നിർത്താൻ അവസരം നൽകുകയും ചെയ്യുന്ന ഖുർആൻ ഇത് പെരുന്നാളുടെ സന്ദേശമാണ്, ഖുർആന്റെ സന്ദേശമാണ്. ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ്. അതുകൊണ്ട് വീണ്ടും അതേ അധ്യായം സൂറത്തുൽ ഖസസ് നാം ആഗ്രഹിക്കുന്നത് മർദ്ദിതർ ഈ മണ്ണിൽ വാഴണമെന്നാണ്. മർദ്ദിതരായ നിങ്ങൾ അങ്ങ് പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട് ഒന്നുമല്ലാതായി അങ്ങനെ ഈ സമുദായം അങ്ങ് തീർന്നു പോകും എന്ന് അവർ വിചാരിക്കും, തീർക്കണമെന്ന്. പക്ഷെ അള്ളാഹ് വിചാരിക്കുന്നത് അവരെ ഈ മണ്ണിൽ ഉറപ്പിച്ചിരുത്തണം.
വനിജഅലഹും അയിമ്മ, ജേതാക്കളും നേതാക്കളുമാക്കി നാം അവരെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. വനിജഅലഹുൽ വാരിസീൻ, ഈ ഭൂമിയെ അവർ അനന്തരമെടുക്കണം. സംഘപരിവാരത്തിന് ശേഷവും മുസൽമാന്മാർ ജീവിക്കണം എന്നുള്ള തീരുമാനിക്കുന്നു. ഇന്ത്യൻ അവസ്ഥയിൽ ഇങ്ങനെ ഒരു തീരുമാനം തമ്പുരാൻ ഉണ്ടെന്ന്, അത് ആർജിക്കാൻ ഈ തഖ്വ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന്, നിങ്ങൾ റമദാൻ കൊണ്ട് നേടുന്നതോ അത് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കണമെന്ന്, എങ്കിൽ നിങ്ങളാകുന്ന വ്യക്തി, നിങ്ങളാകുന്ന കുടുംബം, നിങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം, അതിന്റെ പ്രശ്നങ്ങൾക്ക് മഖ്റജ് ഉണ്ടാകും, എക്സിറ്റ് സാധ്യമാകും, നിങ്ങൾക്ക് വിഭവങ്ങൾ ലഭ്യമാകും. നിങ്ങളാകുന്ന സമുദായം ലാ യദുറുക്കും കൈദുഹും ശൈഅ, ഖുർആന്റെ വാക്യമാണ്. അവിടെ ഒരു കുതന്ത്രവും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാരണം അള്ളാഹു അവരെ വലയം ചെയ്ത് വെച്ചിരിക്കുന്ന അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹുവിന്റെ ഒരു തിരനോട്ടമുണ്ട് കേട്ടോ. കുതന്ത്രങ്ങൾ അവർ കൊണ്ടുവരും, പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കൂട്ടരെ കുറിച്ച് നിങ്ങൾ വീണ്ടും ഓർമ്മിക്കുവിൻ. അവരോട് അള്ളാഹു കാണിച്ച പ്രവർത്തനങ്ങൾ ഓർക്കുവിൻ. ആ യാഥാർത്ഥ്യം നല്ല ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ശുഭപ്രതീക്ഷയുള്ള കരുത്തുള്ള ആളുകളായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ ഈമാൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട്, തഖ്വ കൊണ്ട്, തവക്കുൽ കൊണ്ട് കരുത്തുള്ളവരായിട്ട് തീരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണ് സൂറ അംഫാലിലെ 30-ാമത് വചനം. ഈ ഖുത്ബയുടെ മുഖദ്ദിൽ ഓതി വെച്ച സൂക്തം. നിഷേധികൾ നിരന്തരമായി ഗൂഢതന്ത്രങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്ന ആ സന്ദർഭം നിങ്ങൾ ഓർക്കുവിൻ. എന്നോട് നിങ്ങൾ ഓർക്കാൻ പറയാണ്. 1000 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് മക്കയിൽ റസൂലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കൂട്ടർ നടത്തിയ മുഴുവൻ പ്രവർത്തനം ഒന്ന് മനസ്സിൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓർക്കുവിൻ എന്നാണ്. അന്നത്തെ സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ പ്രവാചകരെ, നിഷേധികളായ ആളുകൾ താങ്കൾക്ക് നേരെ കുതന്ത്രങ്ങൾ മനസ്സന്ദർഭം താങ്കളെ ജയിലടക്കാൻ, താങ്കളെ തടവറയിൽ ബന്ധിക്കാൻ, പുറം ലോകം കാണാത്ത അവസ്ഥയിൽ മക്കയിലെ ഏതോ ഒരു നിഗൂഢ ഗുഹക്കകത്ത് അടച്ചിടാൻ തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ താങ്കളെ കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ താങ്കളെ നാട് കടത്താൻ തീരുമാനിച്ചപ്പോൾ അവർ അങ്ങനെ ഒരുപാട് കുതന്ത്രങ്ങൾ നടത്തിയില്ലേ? അവരങ്ങനെ കുതന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അള്ളാഹു അവന്റെ തന്ത്രങ്ങളും മറുഭാഗത്ത് പ്രയോഗിക്കുകയായിരുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു ഏറ്റവും നന്നായിട്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ളവനാണ്. ആ സന്ദർഭം നിങ്ങൾ ഓർക്കുവിൻ. അങ്ങനെ അവരില്ലാതാക്കാൻ ശ്രമിച്ച പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരും മദീനയിൽ വന്ന് പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിന്റെ പ്രയാണം മക്ക അതിന് വിധിയപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചു എങ്കിൽ, ശേഷം അത് വളർന്ന് പന്തലിച്ചു എങ്കിൽ, നമുക്ക് അറിവുള്ള ചരിത്രത്തെ ഉള്ളിച്ചുകൊണ്ട് നിങ്ങളത് ഓർക്കണം. തമ്പുരാന്റെ കൂടെ നിൽക്കുവിൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളായിട്ട് മാറുവിൻ. നിങ്ങൾ റബ്ബാനിയെ, നിങ്ങൾ തമ്പുരാന്റെ നിഷ്കളങ്ക ദാസന്മാരുടെ ജീവിക്കുവിൻ. എങ്കിലിതെല്ലാം സാധ്യമാകും. അള്ളാഹ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നല്ല പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത് കൃത്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ഈ ഉത്ബോധനം. ഇത് വല്ലാത്തൊരു അറിവാണ്. വിശുദ്ധ ഖുർആൻ ഈ അറിവിനെ ധാരാളമായിട്ട് പ്രഘോഷിക്കുന്നുണ്ട്. സഹോദരന്മാരെ, റമദാനിന് ശേഷമുള്ള പശ്ചാത്തലമാണ്. റമദാനിന്റെ ചൈതന്യം നമ്മുടെ കൂടെ ഇപ്പോഴും തുടരുകയാണ്. അത് കൈമോശം വരാതിരിക്കാൻ കൃത്യതയോടുകൂടി നമുക്കൊരു കർമ്മമാർഗം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, സ്ട്രാറ്റജി രൂപപ്പെടുത്തുക. നമസ്കാരവും സുന്നത്തും ഖുർആൻ പഠനവും പാരായണവും ദീനി സേവനവും പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും ഒക്കെ ആയിട്ട് നാമും നമ്മുടെ കുടുംബവും നമ്മൾക്കുള്ള സമുദായം ഇസ്ലാമിന്റെ മാർഗത്തിൽ തുടരുക. കരുത്തുള്ളവരായിട്ട് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക. ആ കരുത്ത് നാം പ്രകടിപ്പിക്കുന്ന കാലം അത്രയും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന വ്യക്തിപരമായ കുടുംബപരമായ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും. സമുദായത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇത്രയും കൃത്യമായിട്ട് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ ഒറ്റമൂലിയാണ് തഖ്വ എന്ന നിലക്ക് റമദാൻ ലക്ഷ്യമാക്കുന്ന തഖ്വയെ നാം മനസ്സിലാക്കിയെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് കരുത്തോടെ തുടരാം. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ മണ്ണിൽ കരുത്തോടെ തുടരുന്ന മാപ്പുസാക്ഷികളായിട്ടല്ലാതെ, ഞാനത് മുസൽമാൻ ആർജവത്തോടെ പറയാൻ കഴിയുന്ന കരുത്തിന്റെ വക്താക്കളായിട്ട് ഈ മണ്ണിൽ തുടരാൻ കഴിഞ്ഞാൽ സകല കുതന്ത്രങ്ങളും ഒതുങ്ങും. ഈ മണ്ണിൽ നാം ഇനിയും കാലൂന്നി നിൽക്കും. അങ്ങനെ ഈ മണ്ണിൽ കാലു നിൽക്കാൻ കെൽപ്പും കരുത്തും നേടിയ ഇസ്ലാമിന്റെ യഥാർത്ഥ അവകാശികളായി ജീവിക്കാൻ അള്ളാഹു എന്നെ നിങ്ങളെ തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹുൽ ബറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയ്യൻ ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റമദാനിൽ നാം അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാം നിർവഹിച്ച കർമ്മങ്ങൾക്ക് ഇഹലോകത്ത് നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുമാറാവട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ ഔദാര്യത്താൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെയും നമ്മുടെ സമുദായത്തിലെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മർദ്ദിതരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാർ സഹോദരിമാർ അല്ലാഹു അവർക്ക് ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അവസരം നൽകുമാറാവട്ടെ. അവരുടെ നമ്മുടെ നാശം കൊതിക്കുന്ന എല്ലാവരുടെയും നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فتك شملهم وفرق جمعهم ومزقهم كل ممزق يا رب العالمين. اللهم انصر إخواننا في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.